അലി ബിൻ അബി താലിബ്, റസൂലിന്റെ കസിൻ, മരുമകൻ ഒക്കെ ആയിരുന്നു. അലി റളിയല്ലാഹു അൻഹു റസൂലിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കാം. അലി പറയുന്നത് അവിടുത്തെ മുഖം തീരെ വട്ടത്തിലായിരുന്നില്ല, തുടുത്തിട്ടുമായിരുന്നില്ല. വട്ടമുഖമായിരുന്നില്ല, തുടുത്തിട്ടുമായിരുന്നില്ല. പകരം ദീർഘവട്ടാകൃതിയിലുള്ള ഒരു മുഖമായിരുന്നു, ഒരു ഓവൽ ഷേപ്പ്. അവിടുത്തെ നിറത്തിനെ കുറിച്ച് പറയുന്നത് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു എന്നാണ്. അറബികളുടെ എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു വെളുപ്പോട് ചേർന്നിട്ടുള്ള കൂടിയിട്ടുള്ള ഒരു നിറമായിരുന്നു പരിശുദ്ധ റസൂലിൻ്റെത്. പരിശുദ്ധ റസൂലിന്റെ കണ്ണിനെ കുറിച്ച് അലി പറയുന്നത് അവിടുത്തെ കണ്ണുകൾ വലിയ കണ്ണുകളായിരുന്നു. കണ്ണിന്റെ കൃഷ്ണമണി കറുകറുത്തിട്ടായിരുന്നു, നല്ല കറുപ്പ് ഉള്ള കളറായിരുന്നു കണ്ണിന്റെ കൃഷ്ണമണിക്ക്. കൂടാതെ കണ്ണിന്റെ പീലികൾ വളരെ നീളത്തിലുള്ള പീലികളായിരുന്നു. തോളോടുകൂടിയ ശരീരത്തിന്റെ മുകൾ ഭാഗം വളരെ വിശാലമായിട്ടുള്ളതായിരുന്നു. റസൂലിന്റെ ശരീരത്തിനെ കുറിച്ച് അലി പറയുന്നത് അധികമായി രോമങ്ങളില്ലാത്ത ഒരു ടൈപ്പ് ശരീരമായിരുന്നു. പക്ഷെ നെഞ്ചിൽ നിന്ന് ഒരു വര പോലെ ചെറിയ രോമങ്ങളുടെ ഒരു ചെറിയൊരു നേർത്ത വര നെഞ്ചിൽ നിന്ന് താഴേക്ക് പോകുന്നതായി കാണാം എന്നും പറഞ്ഞു. റസൂലിന്റെ നടപ്പിനെ കുറിച്ച് അലി പറയുന്നത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു പരിശുദ്ധ റസൂലിൻ്റെത്. മാത്രമല്ല റസൂല് നടക്കുമ്പോൾ ഒരു സ്വല്പം മുന്നിലേക്ക് ഒരു ഇത്തിരി ഊന്നി ഇട്ട്, അതായത് ഒരു അലി പറയുന്നത് ഒരു കുന്ന്, ചെറിയൊരു കുന്ന് ഇറങ്ങുന്ന പോലെ തോന്നുമായിരുന്നു പരിശുദ്ധ റസൂൽ നടക്കുമ്പോൾ എന്നാണ്. അതുപോലെ തന്നെ അവിടുന്ന് ഒരാളെ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖം മാത്രമായിട്ട് തിരിക്കുന്ന പ്രകൃതമായിരുന്നില്ല, പക്ഷേ മുഴുവനായിട്ട് ശരീരം മുഴുവനായിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. പിന്നീട് പുറകിലെ തോളെല്ലുകൾക്ക് മധ്യത്തിലായിട്ട് പ്രവാചകത്വത്തിന്റെ ഒരു അടയാളം പരിശുദ്ധ പ്രവാചകൻ ഉണ്ടായിരുന്നു. അതായത് ആ ഒരു അടയാളത്തിനെ കുറിച്ച് പറയുന്നത് ഒരു വട്ടാകൃതി അല്ല, ഒരു ഓവൽ ഷേപ്പ്, ഒരു ദീർഘവട്ടാകൃതിയിൽ അതിന്റെ വലുപ്പം പറയുന്നത് ഒരു പ്രാവിന്റെ മുട്ട പോലെ എന്നാണ് പറയുന്നത്. ആ ഒരു വലുപ്പത്തിലുള്ള ഒരു രോമങ്ങളോട് കൂടിയ പോലെ, ഒരു മറുക് പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. മറുകല്ല, പക്ഷെ ഒരു ചെറിയ രോമങ്ങളോട് കൂടിയ ഒരു അടയാളം ഉണ്ടായിരുന്നു. അത് പ്രവാചകത്വത്തിന്റെ അടയാളമായിട്ടാണ് പറയപ്പെടുന്നത്. സൽമാൻ അൽ ഫാരിസി പോലെയുള്ള പല പ്രഗത്ഭരും ഇസ്ലാം മതം സ്വീകരിച്ചത് ഈ ഒരു പ്രത്യേക അടയാളം നോക്കിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് തോളെല്ലിന്റെ മധ്യഭാഗത്ത് നമുക്ക് സ്വയം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഭാഗത്തായിരുന്നു അത് ഉണ്ടായിരുന്നത്.